പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് എവർക്കും സ്വാഗതം. കഴിഞ്ഞയാഴ്ച വലിയ ആഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിനിൽ ആയിരങ്ങൾ പങ്കെടുത്ത അഖില ജർമ്മനി കുരിശിന്റെ വഴി ഏറെ ശ്രദ്ധേയമായി. കർത്താവിന്റെ പീഡാനുഭവ സ്മരണ പുതുക്കി ജർമ്മനിയിലെ പ്രവാസി മലയാളി സമൂഹം ദുഃഖവെള്ളി ആചരിച്ചു. ജർമ്മനിയിലെ വിവിധ നഗരങ്ങളിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ നൂറുകണക്കിന് കുടുംബങ്ങൾ ആണ് പങ്കുചേർന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബെർലിനിൽ നടന്ന അഖില ജർമ്മനി അടിസ്ഥാനത്തിൽ നടന്ന കുരിശിന്റെ വഴിയായിരുന്നു. ബെർലിനിലെ സെന്റ് മത്യാസ് സെമിത്തേരിയിൽ ദുഃഖവെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് ആരംഭിച്ച കുരിശിന്റെ വഴിയിൽ ജർമ്മനിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 1000-ലധികം യുവ മലയാളികൾ പങ്കെടുത്തു. യൂറോപ്പിന്റെ അപ്പസ്തോലിക് വിസിറ്റേറ്റർ മാർ സ്റ്റീഫൻ ചിറപ്പണത്ത് ദുഃഖവെള്ളി തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബെർലിനിലെ വിൻസെൻഷ്യൻ റിട്രീറ്റ് സെന്റർ ഡയറക്ടർ റവറൻ ഡോക്ടർ ജിജോ ജോസഫ് പെരുവേലിൽ VC, ഫാദർ തോമസ് ഔസേപ്പറമ്പിൽ VC, ഫാദർ ലിബിൻ ചിറയത്ത് VC, MCBS സഭാംഗങ്ങളായ ഫാദർ ബിബിൻ നെല്ലിയാട്ട്, ഫാദർ റൈസൻ ജോസഫ് കരിയിൽ എന്നിവർ സഹകാർമ്മികരായി. യൂറോപ്യൻ രാജ്യങ്ങളെയും നഗരങ്ങളെയും അപേക്ഷിച്ച് ജർമ്മനിയിലേക്ക് കുടിയേറിയ കുടുംബങ്ങളും കുഞ്ഞു കുട്ടികളും കൂടാതെ 90%-ഓളവും 19-നും 35-നും ഇടയിൽ പ്രായമുള്ള യുവജനങ്ങളും സഭയോട് ചേർന്ന് ദുഃഖവെള്ളി ദിനത്തിൽ അഖില ജർമ്മനി അടിസ്ഥാനത്തിൽ വിശ്വാസ പ്രഘോഷണം നടത്തിയത് വലിയൊരു സവിശേഷതയാണെന്ന് മാർ സ്റ്റീഫൻ ചിറപ്പണത്ത് തന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. തിരുക്കർമ്മങ്ങൾ ഏതാണ്ട് 3 മണിക്കൂറോളം നീണ്ടുനിന്നു. തൂരിങ്ങൻ സംസ്ഥാനത്തിലെ ജേന, ഹൈഡൽബർഗ്, കൊളോൺ കൂടാതെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കുരിശിന്റെ വഴിയിൽ പങ്കെടുക്കാൻ യുവജനങ്ങൾ എത്തിയിരുന്നു. ബെർലിനിലെ സെന്റ് മരിയൻ ലീഫ്രവൻ ദേവാലയത്തിൽ നടന്ന പെസഹ തിരുക്കർമ്മങ്ങൾക്ക് റവൻ ഡോക്ടർ ജിജോ ജോസഫ് പെരുവേലിൽ VC മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ലിബിൻ ചെറിയത്ത് VC സഹകാർമ്മികനായി. വിശുദ്ധ കുർബാന, കാലുകഴുകൽ ശുശ്രൂഷ, അപ്പം മുറിക്കൽ തുടങ്ങിയ കർമ്മങ്ങളിൽ ഏതാണ്ട് 800-ഓളം പേർ പങ്കെടുത്തു. ദുഃഖ ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് ബെർലിനിലെ സെന്റ് ക്ലമൻസ് ദേവാലയത്തിൽ ഉയിർപ്പിന്റെ തിരുക്കർമ്മങ്ങളും നടന്നു. ജർമ്മനിയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും എത്തിയവർ ബെർലിനിൽ ക്യാമ്പ് ചെയ്താണ് ഈസ്റ്റർ വരെയുള്ള പരിപാടികളിൽ പങ്കെടുത്തത്. റവൻ ഡോക്ടർ ജിജോ ജോസഫ് പെരുവേലിൽ VCയുടെ മേൽനോട്ടത്തിലാണ് വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾ മുഴുവനും നടന്നത്. ജർമ്മനിയിലെ സീറോ മലബാർ വിശ്വാസികൾക്കായി SMYM ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആണ് വിശുദ്ധവാര തിരുക്കർമ്മങ്ങൾ സംഘടിപ്പിച്ചത്. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം. ഒന്നാമത്തത് എത്ര അമ്മമാരുണ്ട് അങ്ങനെ നാട്ടില്. വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും ചിന്തകൾ കൊണ്ടും അങ്ങയുടെ നാമം പൂജിതമാ. രക്ഷിക്കുവാൻ ആളുമില്ല. നാഥന്റെ വസ്ത്രമേൽ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ച രക്ഷിക്കുവാൻ കുരിശിൽ നിന്നും ശക്തി അയക്കണേ എന്ന് പ്രാർത്ഥിക്കും. ഈശോ പണ്ടി മരിച്ചു കിടക്കിയിരുന്നു എന്ന് കണ്ടതിനാൽ രാജ്യം വരണമേ,
സാധുവർ സഹായത്താൽ പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുമെന്നും കഴിഞ്ഞ വർഷം നിങ്ങൾ ഇവിടെ നടത്തിയ പിന്നെ ഇവിടെയുള്ള ഈ വിൻസെൻഷ്യൻസ് ഉപേക്ഷിക്കുമെന്നും നേരിൽ പാപം ചെയ്യുമെന്നും എന്തായാലും നാട്ടിൽ നിന്ന് ജർമ്മനിയിലേക്ക് കുടിയേറിയ യുവ മലയാളികൾ അത് ഹൗസ് ബിൽഡിങ്ങിനായാലും യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായാലും വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ കൂടി നാട്ടിലെ അതേ രീതിയിൽ നാടിന്റെ അല്ലെങ്കിൽ കത്തോലിക്ക വിശ്വാസത്തിന്റെ അതേ പകർപ്പ് തന്നെയാണ് ജർമ്മനിയിലും അവർ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ കുടിയേറിയിട്ടും ചെറുപ്പകാലം മുതൽ കുടുംബങ്ങളിൽ നിന്നും ഇടവകകളിൽ നിന്നും സഭയിൽ നിന്നും മറ്റ് ആളുകളിൽ നിന്നും നമുക്ക് ലഭിച്ച പൈതൃകമായ വിശ്വാസം ആരുടെയും ചോർന്നിട്ടില്ല എന്നതിന്റെ ഒരു തെളിവ് കൂടിയായിരുന്നു ബെർലിനിലെ കുരിശിന്റെ വഴിയും അല്ലെങ്കിൽ ഈസ്റ്റർ ശുശ്രൂഷകളും. എന്തായാലും ഇത്തരത്തിലൊരു വലിയ കർമ്മങ്ങൾ നടത്താനും അതിൽ പങ്കെടുക്കാനും ഒട്ടനവധി മലയാളികൾ ഏതാണ്ട് 1000-ലധികം വരുന്ന യുവ മലയാളികൾ എത്തിയത് ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്നതിനൊപ്പം എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രത്യേകം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.